റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ eKYC അപ്ഡേഷൻ സമയപരിധി നീട്ടി. സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച eKYC മസ്റ്ററിംഗ് ഡിസംബർ 16 വരെ സംസ്ഥാനത്ത് 88.41% മുൻഗണനാ കുടുംബാംഗങ്ങൾ, അതായത് AAY PHH റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതായി മന്ത്രി അറിയിച്ചു. എന്നാൽ മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും eKYC മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി eKYC അപ്ഡേഷൻ സമയപരിധി 2024 ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. അടുത്തതായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർ താഴെ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ എത്തേണ്ടതാണ്. സംസ്ഥാനത്ത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അനർഹമായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച് ചില പരിശോധനകൾ നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഭാഗമായി 5ഓളം കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ അവരുടെ പഞ്ചായത്തിലെത്തി ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ ഒരുപക്ഷെ ഇളവുകളോടെ അവർക്ക് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുവാൻ കഴിയുന്നതാണ്. വിവിധ പഞ്ചായത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും എത്തിക്കഴിഞ്ഞു. അതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ഭൗതിക നിലവാരങ്ങളാണ്. അതായത് 2000 സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലുള്ള വീടുകളിൽ താമസിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് പെൻഷൻ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നതാണ്. അതുപോലെ വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ AC ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ല. ഇനി 2 ഏക്കറോ അതിൽ കൂടുതലോ ഭൂമിയുണ്ടെങ്കിലും അവർക്കും പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റാനും പെൻഷൻ പദ്ധതിയിൽ തുടരാനും അർഹത ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, പെൻഷൻ ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലും അവരും പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകും. കൂടാതെ വീടുകളിൽ സ്വകാര്യ ആവശ്യത്തിനായി 4 ചക്ര വാഹനം ഉണ്ടെങ്കിലും അവരും പെൻഷൻ ആനുകൂല്യത്തിന് അർഹത ഉള്ളവരല്ല. ഈ പ്രധാന മാനദണ്ഡങ്ങൾ നോക്കിയാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക. ഇത്തരത്തിൽ ഈ ഭൗതിക നിലവാരത്തിൽ താമസിക്കുന്നവരെല്ലാം പഞ്ചായത്തിലെത്തി അവർ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്തു പോകേണ്ടതാണ്. പഞ്ചായത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ ഇളവുകളോടെ നിങ്ങൾക്ക് പദ്ധതിയിൽ നിന്നും പുറത്തു പോകുവാൻ കഴിയും. എന്നാൽ അനർഹമായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് തുടർന്നാൽ അത് പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾ വാങ്ങിയ തുക മുഴുവനും 18% പലിശയോടുകൂടി തിരിച്ചടക്കേണ്ടതായി വരും. അതിനാൽ അനർഹരെല്ലാം ഈ വിവരം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.